ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ നേരത്തെ ഒരു ബർത്ത്ഡേ ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയാണ്. നമ്മൾ കട്ടിങ് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രീപ്പ് ലൈനിങ് ഇല്ലേ, ലൈനിങ് അതിന് മുകളിലായിട്ട് ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് എല്ലാ വശങ്ങളും അതിനോട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക്, ആം ഹോള്, സൈഡ് വശം അങ്ങനെ എല്ലാവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കോട്ടൺ ലൈനിങ് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ കോട്ടൺ ലൈനിങ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടിട്ട് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ലൈനിങ് കോട്ടൺ ലൈനിങ് അല്ലേ കറക്റ്റായിട്ട് കട്ട് ചെയ്തത്. ബാക്കിയൊക്കെ നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് ഇപ്പം മറിക്കുമല്ലോ, ഈ കോട്ടൺ നമ്മൾ മറിച്ച് കൊടുക്കുന്ന സമയത്ത് നെക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ടിട്ട് എടുക്കണം. എന്നാലാണ് നെക്ക് നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നെക്കൊക്കെ നല്ല കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതേപോലെ നല്ല കറക്റ്റിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മറിച്ച് കൊടുക്കുക. മറിച്ച് കൊടുത്തിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തത്. അപ്പം അതിൻ്റെ കറക്റ്റായ അളവിൽ തന്നെ നമ്മൾ ഈ ആം ഹോളും സൈഡ് വശമൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് 2 ആം ഹോളും സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ലൈനിങ്ങും നെറ്റൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉള്ളതില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കറക്റ്റ് നമ്മൾ ആ കോട്ടൺ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ എല്ലാവിടെയും അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെയും കുറച്ച് ഇങ്ങനെ ഉള്ളത് എല്ലാവിടെയും നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിലോട്ടുള്ളത് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിനി ബാക്കിലേക്കുള്ളതും ചെയ്തെടുക്കണം. അപ്പം ഇനി ബാക്കിലേക്കുള്ളത് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിലേക്കുള്ളത് 2 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും ഇതുപോലെ നമ്മൾ ക്രീപ്പ് ലൈനിങ്ങിൽ നമ്മൾ ഫ്രണ്ട് ചെയ്തെടുത്തില്ലേ, എല്ലാ ഭാഗവും സൈഡ്, നെക്കിൻ്റെ അവിടെ, ആം ഹോളിൻ്റെ അവിടെ, സൈഡ് വശം അങ്ങനെ എല്ലാവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. രണ്ടിൻ്റെയും എല്ലാവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക്, ആം ഹോള്, സൈഡ് അങ്ങനെ എല്ലാം ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കണം. കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെക്കിൻ്റെ അവിടെയും സിബ് വയ്ക്കുന്നതിൻ്റെ അവിടെയില്ല, അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. എല്ലാവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. നെക്കിൻ്റെ അവിടെയും സിബ് വയ്ക്കുന്ന അവിടെയും മാത്രം, നെക്കും സിബ് വയ്ക്കുന്ന അവിടെയും മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ അവിടെയും ഒരു 1/2 ഇഞ്ചിലൊക്കെ തയ്യൽ തുമ്പ്, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നെക്കും ഈ സിബ് വയ്ക്കാനുള്ള അവിടെയില്ലേ അവിടെയും ഇവിടെ അവിടെയും മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സിബ് വയ്ക്കുന്ന അവിടെയും നെക്കിൻ്റെ അവിടെ സിബ് വയ്ക്കുന്ന അവിടെ മാത്രമായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കും സിബ് വയ്ക്കുന്ന അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കോട്ടൺ ലൈനിങ് അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ. എന്നിട്ടിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നെറ്റ് ഫാബ്രിക്കും ക്രീപ്പിൻ്റെ ഫാബ്രിക്കും ഇതുപോലെ കുറച്ച് ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്കിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ കട്ടിട്ട് കൊടുക്കുക.
ഇപ്പം സ്റ്റിച്ചിൽ തട്ടാതെ ഇങ്ങനെ കട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിന് മറിച്ച് കൊടുക്കാം. മറിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മൂല ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു പിന്നോ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് കറക്റ്റാക്കി മൂലഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റാക്കി കൊടുത്ത് ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനൊന്ന് മറിച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോളും സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് സൈഡ് താഴ്വശം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ബാക്കിയുള്ള അവിടെയൊക്കെ ചെയ്യുമ്പോൾ താഴ്ഭാഗം ചെയ്തില്ലെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെന്നി പോവാതിരിക്കാനാണ് നമ്മൾ ലൈനിങ് ഒക്കെ ഇതിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സൈഡും ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗം അങ്ങനെ കറക്റ്റായിട്ട് കിടക്കും. നമ്മൾ അവിടെ പ്രത്യേകിച്ചൊരു സ്റ്റിച്ച് കൊടുക്കണമെന്നില്ല. കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തെടുത്തില്ലേ, ഇതേപോലെ തന്നെ ബാക്കിലേക്കുള്ള സെപ്പറേറ്റ് വേറൊരു പീസില്ലേ, അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് ആക്കിയാൽ മതി. ബാക്കിലേക്ക് ആക്കിയിട്ട് കണ്ടാൽ മതി. ഞാൻ പിന്നെ ഇതും ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാൻ 2 പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചെയ്തെടുത്തിട്ട് സിബ് എടുക്കണമല്ലോ, സിബ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വീഡിയോ പൗസാക്കിയതാണ്. പിന്നെ വന്നിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൗസാക്കിയത് ഞാൻ പിന്നെയും വീഡിയോ ആക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ വന്നിരുന്ന് സിബൊക്കെ വെച്ച് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തു. അങ്ങനെയാണ് ഇടയ്ക്ക് ഞാൻ വീഡിയോ പൗസാക്കിയില്ലേ, അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് വന്ന് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ വീഡിയോ പൗസായി തന്നെ കിടക്കണം. അപ്പോൾ ഇതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്തതും സിബ് വെക്കണതൊന്നും ഇതിൽ വന്നില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു ഗ്രീൻ ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, അതിലിങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും സിബ് വയ്ക്കുന്നതൊക്കെ ഉണ്ട്. നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എന്താണ് ഒന്നുമില്ല, സിബും വെച്ചും ഷോൾഡർ ഒന്ന് അറ്റാച്ചും ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് വെക്കണം. സ്ലീവ് വെക്കാനായിട്ട് സ്ലീവിന് ലൈനിങ്ങിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ കറക്റ്റ് ആക്കണം. ഈ സ്ലീവിൻ്റെ ലൈനിങ്ങുകൾ തമ്മിൽ മാറിപ്പോവാതെ അതാത് സ്ലീവിന് അതാത് ലൈനിങ് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തതൊക്കെ കറക്റ്റ്, രണ്ടും ലൈനിങ്ങും സ്ലീവും കറക്റ്റ് ആയിരിക്കണം. ഈ സ്ലീവ് എടുത്ത് ആ ലൈനിങ്ങിലും ആ ലൈനിങ് എടുത്ത് ഈ സ്ലീവിലും വെച്ചാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കുഴിച്ച് കട്ട് ചെയ്തവിടെ, അതൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് കുഴിച്ച് ഭാഗത്ത് തന്നെ അതൊക്കെ വരുന്ന പോലെ നല്ല രീതിക്കാക്കി വെച്ചിട്ട് നമ്മൾ സ്ലീവും ലൈനിങ്ങും കൂടി ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ മുകളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 സൈഡും നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇനി തൊട്ടപ്പുറത്തുള്ള സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ചിലപ്പോൾ തയ്ക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക്, ഇപ്പോൾ മക്കൾ രണ്ടാളും ചെറുതാണ്, അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആ സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ഒരൊറ്റ ഇരിപ്പിരുന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നും അവർ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോകും. ഇപ്പോഴും ഞാൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം എൻ്റെ അടുത്ത് ഫുൾ സ്ലീവ് ഇന്നർ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം അതില്ല. ഞാൻ ഇപ്പം എണീറ്റ് പോയിട്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇടാൻ വിട്ടുപോയി. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുൾ സ്ലീവ് ഇന്നർ ഇട്ടിട്ടൊന്നുമല്ല സ്റ്റിച്ച് ചെയ്യുക, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് ഇടുന്നത്. ഓർമ്മ വരുമ്പോൾ പോയി ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 സ്ലീവിലും അതുപോലെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവും അത് കറക്റ്റ് സൈഡത്തെ സ്ലീവ് തന്നെ കറക്റ്റ് സൈഡിൽ വയ്ക്കണം. എന്നാലും നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ച് കട്ട് ചെയ്തത് വരുള്ളൂ. അപ്പോൾ ഈ സ്ലീവ് ഇപ്പുറത്തെ സൈഡിലോട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 ഷോൾഡർ അറ്റാച്ച് ചെയ്ത് അവിടെ തന്നെ കറക്റ്റ് സെൻറ്റർ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പുറത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവും ഫാബ്രിക്കും രണ്ടും കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി തിരിച്ചിട്ടിട്ട് നമുക്ക് ഇപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതും ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് സ്ലീവും ബോഡി പാർട്ടും കറക്റ്റാക്കി പിടിക്കുക. കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ കറക്റ്റ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും.
സ്റ്റിച്ച് ചെയ്ത് എടുത്തു. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് കൂടി സ്ലീവിൽ കൊടുക്കുക. അപ്പുറം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, ഇപ്പുറം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് ചോദിക്കണം. വീഡിയോയിൽ നേരെ ക്ലിയർ ആയിട്ടില്ല, ചെയ്തത് മനസ്സിലായിട്ടില്ല, ഇപ്പം എന്തെങ്കിലും ഞാൻ വിട്ടുപോയി കാണിക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് തോന്നി നിങ്ങൾ ഉറപ്പായി ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്യും. അതേപോലെ നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തു. ഇപ്പോഴത്തെ സ്ലീവ് നമ്മൾ ചെയ്തെടുത്തില്ല, അതേപോലെ തന്നെയാണ് അപ്പുറത്തെ സ്ലീവും ചെയ്തെടുത്തത്. രണ്ടും കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്താണ്, അപ്പോൾ നല്ലോണം ലെങ്ത് ആവും. നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയാൽ നിങ്ങൾ ഒന്നുകൂടി ബാക്ക് അടിക്കും. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് അപ്പുറത്ത്. നിങ്ങൾക്ക് ഡൗട്ട് തോന്നി നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഫാബ്രിക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് ഇപ്പം 2 പീസായിരുന്നു. 2 പീസ് മൊത്തത്തിൽ കട്ട് ചെയ്തപ്പോൾ 4 പീസ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുത്താണ്. എന്നിട്ട് നമ്മൾ ഈ ഫാബ്രിക് ഇല്ലേ, നെറ്റ് ഫാബ്രിക്, അത് 2 നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശമാണ് പുറത്തായിട്ട് കാണുക, നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ചേർത്ത് വെച്ചതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ചേർത്ത് വെച്ചതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഫുള്ളും എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എണീറ്റ് പോകുന്നുണ്ട്. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോണ സമയത്ത് ഞാൻ വീഡിയോ പൗസാക്കിയിട്ടാണ് പോണത്. പൗസാക്കിയിട്ട് പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ തിരിച്ച് വന്നിരുന്ന് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും തയ്ക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ. അപ്പോൾ ഓടി വന്നിരുന്ന് ബാക്കിയുള്ളതും തയ്ക്കും. അപ്പോൾ വീഡിയോ പൗസാണെന്നുള്ളതൊന്നും മൈൻഡിലോട്ട് വരില്ല, അതാണ്. അപ്പം ഞാൻ ഇപ്പം ഇവിടെ വെച്ച് എണീറ്റ് പോയി സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇരുന്ന് തയ്ച്ചതാ ഇത്രയും എത്തിച്ചിട്ട് പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ വീഡിയോ പൗസാണ്. എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളതൊന്നും വീഡിയോയിൽ പതിഞ്ഞില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഞാനത് അഴിച്ച് കാണിക്കുന്നത്. എന്താ സംഭവം പറഞ്ഞാൽ നമ്മൾ ആ ലൈനിങ് വെച്ചില്ല, ആ ലൈനിങ്ങിൻ്റെ സെൻറ്ററിലാണ്, ലൈനിങ്ങിൽ മാത്രം ആ മറ്റേ ഇതിൽ ഒരു തുണി, ഒരു നെറ്റ് ഫാബ്രിക് മാത്രം, ഏറ്റവും അടിയിലുള്ള നെറ്റ് ഫാബ്രിക് മാത്രം വിട്ടിട്ട് ബാക്കി ഒരു നെറ്റും ബാക്കി ആ ലൈനിങ് ഇല്ലേ, കോട്ടൺ ലൈനിങ്, അതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ, അതിനിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു നെറ്റ് മാത്രം, ഏറ്റവും അടിയിലുള്ള നെറ്റ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയെല്ലാം വെളിയിലോട്ടാക്കിയിട്ട് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റാക്കി ആ കട്ടിടാത്ത നെറ്റ് മാത്രം ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ കറക്റ്റാക്കി കൊടുത്തു. കോലുകൊണ്ട് എന്തുകൊണ്ടെങ്കിലൊക്കെ മൂലഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റാക്കി കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തപ്പോൾ കട്ടിയായിട്ട് നല്ലോണം തിക്കിൽ കിട്ടിയില്ല. അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മളൊരു ചെറിയ ഇതെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മളതിനെ അതേപോലെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഉള്ളിലോട്ടോ ഇപ്പുറത്തുനിന്ന് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ സ്റ്റിച്ചിനെ സെൻറ്ററിലാക്കിയിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അത് സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് സെൻറ്ററിലാക്കി ഇങ്ങനെ വെക്കുക. അതിൽ കാണാത്ത പോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ബാക്കി നല്ല ഭാഗം നമ്മൾ വെള്ളിയിലോട്ട് കാണുന്നത് പോലെ ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്നിട്ട് ഇതിന് മുകളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നതിനൊപ്പം കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കാണുന്നതും കാണുക, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ആവും. എന്നിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാലൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിനൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. അതിന് ബാക്കിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് കറക്റ്റാക്കിയിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ടൊന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈ, ആർക്കെങ്കിലും ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് തനിച്ചൊരു വീഡിയോ ഇടാം. പക്ഷെ ആരെങ്കിലും ചോദിക്കണം കേട്ടോ, ചോദിച്ചാലേ ഇടുള്ളൂ. ആർക്കും ആവശ്യമില്ലെങ്കിൽ ഇടുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാലേ ഇട്ട് തരാം. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്തതെന്ന്. ചിലപ്പോൾ പറഞ്ഞപ്പോൾ നേരെ വ്യക്തമായിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ സ്ലീവ് ചെയ്തതിൻ്റെ
ഇവിടെ സൈഡിലൊക്കെ ഒരു ഇച്ചിരി എക്സ്ട്രാ തുമ്പുണ്ടെങ്കിൽ ആ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇട്ടത് അത് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കറക്റ്റ് സ്ലീവിൻ്റെ അളവൊന്ന് ഇങ്ങനെ ടേപ്പ് വെക്കുക, അളവെടുക്കുക, മാർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവരും ടേപ്പ് വെച്ചിട്ട് അളന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറക്റ്റ് ജസ്റ്റ് തയ്യൽ തുമ്പ് നമ്മൾ ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ട് ആ വിട്ടതിനനുസരിച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പുറം ഇപ്പുറം ഒരേപോലെ ഒരു തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 എടുത്ത്, അപ്പോൾ 3 ആ സ്ലീവിൻ്റെ അവിടെ 3 അങ്ങനെ ഓരോരോടെയും ആ അളവ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കൈ സൂചി നൂല് കൊണ്ട് തുന്നി തന്നെ എടുക്കണം. ഇത് നല്ല കട്ടിയായതുകൊണ്ട് സൂചി ഇതിലോട്ട് കയറി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരില്ല. നമ്മളത് തുന്നി കൊടുക്കണം. അത് നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് തുന്നി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അളവൊന്നും എടുക്കാം. നമ്മളിനി സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ അളവ് വേണം. അപ്പോൾ ഇങ്ങനെ അളവൊന്ന് അളന്നെടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ റൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഫുൾ റൗണ്ട് അളക്കണമെങ്കിൽ ഫുൾ റൗണ്ട് അളക്കാം. അല്ലെങ്കിൽ ഹാഫിൻ്റെ ഇരട്ടിയാണല്ലോ ഫുള്ള്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അളവ് കാണാം. എനിക്കിപ്പോൾ ഫുൾ റൗണ്ട് 25 ആണ്. 25ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പകുതി ഹാഫ് ആണെങ്കിൽ 12.5 അല്ല നമ്മൾക്ക് ഫുൾ റൗണ്ടാണ് കാണുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒരൊറ്റ പീസിലാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. ഫ്രില്ലിട്ട് എടുക്കുമ്പോൾ സ്റ്റിച്ച് വലുതാക്കുക. സ്റ്റിച്ച് 5-ലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വലിയ സ്റ്റിച്ചിലിട്ടിട്ടാണ് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 5 മീറ്റർ ഇല്ലേ, 5 മീറ്റർ, 5 മീറ്ററും ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കുകയാണ്. 5 മീറ്റർ നമ്മൾ ഫുൾ 10 മീറ്ററാണ്. 10 മീറ്റർ രണ്ട് തട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ നെറ്റ് ഫാബ്രിക്. അപ്പോൾ 5 മീറ്ററിന് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ട് എടുക്കുക. അതുപോലെ നെക്സ്റ്റ് 5 മീറ്ററിന് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കുക. നമ്മളിങ്ങനെ ഒറ്റ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല, ആ സ്റ്റിച്ചിന് ഇതേപോലെ ഒരു നൂല് പിടിച്ചിട്ട് മറ്റേതിനിങ്ങനെ ഉള്ളിലോട്ടാക്കി ഫ്രില്ലാക്കി കൊടുക്കുക. ഒരു നൂല് പിടിച്ചിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് നമുക്ക് 25 കിട്ടണം. ഫ്രില്ലിട്ട് എടുത്തത് ഫുള്ളായിട്ട് നോക്കുമ്പോൾ നമുക്ക് 25 വേണം. 25 ആവുന്നത് വരെ നമ്മൾ ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി കൊടുത്തിട്ട് 25 ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ടാക്കി കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് റൗണ്ടാക്കി എടുക്കുക. 25 ആവുന്നത് വരെ നമ്മൾ ഈ ഫ്രില്ലൊന്ന് കറക്റ്റാക്കുക. ഇതിനൊന്ന് കെട്ടിട്ട് കൊടുക്കണം നീങ്ങി പോവാതിരിക്കാനായിട്ട്. ഫ്രിൽസൊക്കെ ഒന്ന് കറക്റ്റാക്കി എല്ലാവിടേക്കും ഒരുപോലെ ഫ്രിൽസാക്കി കൊടുക്കുക. ചിലവിടെ കൂടുതലും ചിലവിടെ കുറവൊക്കെ ആയി നിൽക്കാണ്ട് എല്ലാവിടേക്കും ഒരുപോലെ ഫ്രിൽസാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാവിടെയും ഒരുപോലെ കറക്റ്റായിട്ട് ഫ്രിൽസാക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ 5-ൽ സ്റ്റിച്ച് ഇട്ടില്ലേ, അത് കറക്റ്റ് 1-ലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഫ്രിൽസ് നീങ്ങി പോവാതിരിക്കുള്ളൂ. കറക്റ്റായിട്ട് എല്ലാവിടേക്കും ഒരുപോലെ ഫ്രിൽസ് ആക്കിയിട്ട് ഇതിന് മുകളിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രിൽസ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതിന് മുകളിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 5-ൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റിച്ച്, അതൊന്ന് 1-ലോട്ടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ഇപ്പോൾ ഫ്രിൽസ് ഇട്ടില്ലേ, ഫ്രിൽസ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു പീസാണ്, 5 മീറ്ററിലുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ 5 മീറ്ററിലുള്ളത് ചെയ്തെടുക്കണം. നമ്മൾ 2 തട്ടാണ് നെറ്റ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടിലും വെച്ച് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ തട്ടും നെറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിൽസ് 25 വരുന്നത് വരെ ആക്കി കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്തും. എന്നിട്ട് നമുക്ക് ഇതിന് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നല്ല വശം നോക്കിയിട്ട് ബാക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല വശം നോക്കിയിട്ട് ബാക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെ കറക്റ്റാക്കി കൊടുത്തിട്ട് താഴത്തുനിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ നമ്മൾ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിത് ചെയ്തെടുത്തില്ലേ, നമ്മൾ ഈ 5 മീറ്ററിലുള്ളത് ഞൊറിവിട്ടിട്ട് ഇതേപോലെ ഫ്രിൽസാക്കി എടുത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണവും കൂടെ ഒരു 5 മീറ്ററിലുള്ള നെറ്റ് ഫാബ്രിക്കിൽ അതും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കറക്റ്റാക്കി ഇതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇങ്ങനെ 2 എണ്ണം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് കാണുക. ഞാൻ 2ഉം ചെയ്തിട്ടാൽ വീഡിയോൻ്റെ ലെങ്ത്ത് ശരിയാവില്ല. ഇപ്പം തന്നെ ഭയങ്കര ലെങ്ത്താണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. എല്ലാം ഒരൊറ്റ പ്രാവശ്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ 2ഉം ചെയ്തെടുക്കുകയാണ്. ഇതും ചെയ്തെടുക്കാൻ പോണ്. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഫ്രിൽസ് ഇട്ട് കറക്റ്റാക്കി 25-ലാക്കി വെച്ചത്. ഇത് രണ്ടാമത് നമ്മൾ ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിഫ്റ്റ് നെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ക്രീപ്പ് ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷിഫ്റ്റ് നെറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കോട്ടൺ ലൈനിങ് ആദ്യം നമ്മൾ ഫ്രില്ലിട്ടെടുത്തിട്ട് അതിൻ്റെ 1 ഇഞ്ച് താഴെയായിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് നെറ്റ് ഫ്രില്ലിട്ടെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിനി ഇതൊക്കെ നമ്മൾ ഫ്രോക്കിലേക്ക് യോക്ക് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കണം, സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് യോക്കും നെറ്റിൻ്റെ ഈ സ്കേർട്ടില്ലേ അതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ നെറ്റിൻ്റെ സ്കേർട്ട്, അത് നിങ്ങൾക്ക് 2ഉം കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് യോക്കിൽ അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാണ്ട് 2ഉം കൂടി നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ 2ഉം കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, 2 സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ യോക്കിൻ്റെ ഉള്ളിലോട്ട് കടത്തി കൊടുത്തിട്ടുണ്ട്. യോക്കിനുള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ 2 നെറ്റിൻ്റെ സ്കേർട്ടും കറക്റ്റാക്കി പിടിച്ചിട്ട് യോക്കിൻ്റെ ഇതും കറക്റ്റാക്കി പിടിക്കുക. ഇങ്ങനെ എല്ലാം കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എല്ലാം അവിടെ ഇങ്ങനെ കറക്റ്റാക്കി കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ യോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഇതും സ്കേർട്ടിൻ്റെ 2 എണ്ണം ഉണ്ടല്ലോ, നെറ്റ് 2 എണ്ണം, അത് 2ഉം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നന്നായി കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ വീഡിയോയിൽ കാണിച്ചാൽ നല്ലോണം ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ക്രീപ്പിൻ്റെ സ്കേർട്ട് ഉണ്ടല്ലോ, ക്രീപ്പ് ലൈനിങ്ങിൻ്റെ സ്കേർട്ട്, അത് നമ്മൾക്ക് ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉള്ളിലോട്ട് ഇത് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതില്ലേ നമ്മൾ കോട്ടൺ ലൈനിങ്ങും അതിൻ്റെ ഉള്ളിൽ കട്ടിയുള്ളതുമില്ലേ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതും ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ആ കട്ടിയുള്ള ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിലോട്ട് വരില്ല. നമ്മൾ 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ആ കട്ടിയുള്ള നെറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ സ്റ്റിച്ചിലോട്ട് കയറി വരില്ല. എന്നാലും നമ്മൾ 2 നെറ്റും ഈ ക്രീപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും ഇതൊക്കെ കൂടി എല്ലാം കൂടി തയ്ച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാണ്. അതുകൊണ്ട് വെറുതെ നൂല് പൊട്ടിപ്പോണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ലോണം കട്ടിയല്ല എല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ശരിക്കൊരു ഫ്രോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ സ്ലീവ് വെച്ചില്ലേ, സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ കരഭാഗം കിട്ടാനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റോൺസ് ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണവരാണെങ്കിൽ
നന്നായി ചെയ്ത് ഭംഗിയാക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈ ബാക്കിലൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ വന്നിട്ട് ഞാൻ ഈ ഫ്രോക്കിൻ്റെ എൻഡിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട്. ഫ്രില്ല് നമ്മൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫാബ്രിക്, അത് നമ്മൾ വന്നിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കണം. ഇതാ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടില്ലേ, ഇങ്ങനെ നമ്മൾ 3 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുറേ, അപ്പോൾ അത് ഫുള്ളും നമ്മളിങ്ങനെ ഫ്രില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രില്ലാക്കി എടുത്തത് പറഞ്ഞാൽ ഒരു ഫാബ്രിക്കായിട്ടല്ല, ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ ഒരു ഫാബ്രിക് കൂടെ വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ഫ്രില്ല് വരാനായിട്ട് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് വലുതാക്കി ഇടുക. ഒരു 4.5-5 സ്റ്റിച്ച് ഇടുക. എന്നിട്ട് മറ്റേ നൂല് വരുന്ന അവിടെ ഇല്ല, അവിടെ ഒന്ന് നന്നായി ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ തനിയെ ഫ്രിൽസ് ആയിക്കോളും. അപ്പോൾ തനിയെ ഫ്രിൽസ് ആയിക്കോളും. എന്താണ് നന്നായിട്ട് കട്ടിക്ക് ഫ്രിൽസ് വരുന്നില്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് 5-ലിട്ടതൊന്ന് 4.5-ലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ 4.5-ലിട്ടത് 5-ലാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ടിക്ക് ഫ്രിൽസ് വരേണ്ട പോലെ നമ്മളവിടെ സ്റ്റിച്ച് ഇത്തിരി വലുതാക്കുക, ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി ചെയ്താൽ ഫ്രിൽസ് വരും. പിന്നെ ഫ്രിൽസ് ചില ഭാഗത്ത് ഇങ്ങനെ കട്ടിയിലും ചില ഭാഗത്ത് ഇല്ലാതെയും വരും. അപ്പോൾ ഈ കട്ടിക്ക് നിൽക്കണം അവിടെയൊക്കെ ഒന്ന് നീക്കിയിട്ട് കട്ടിയില്ലാത്ത ഭാഗത്തോട്ടൊക്കെ ആക്കി കൊടുക്കുക. കട്ടിയായിട്ട് നിൽക്കണം അവിടെ നീക്കി കൊടുത്തിട്ട് ഒന്ന് കട്ടിയില്ലാത്തവിടത്തേക്കും ഫ്രിൽസ് എല്ലാവിടേക്കും ഒരുപോലെ ഫ്രിൽസ് ഈവൺ എല്ലാവിടേക്കും ആക്കി കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഫ്രിൽസ് ഇട്ടെടുത്തിട്ട് അതിങ്ങനെ ഫ്രോക്കിൽ വെച്ച് കൊടുക്കണം. ഫ്രോക്കിൻ്റെ എൻഡിലായിട്ട് നമ്മളിതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഈ അരികിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ടാമത്തതും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇതുപോലെ ഇങ്ങനെ അരികിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അരികിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അരികിലൂടെ സെൻറ്ററിലൂടെ അറ്റത്ത് വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഈ ഫ്രിൽസിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അവിടെ എത്തി. അപ്പോൾ ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് അവിടെ വരെ മതിയല്ലോ. അപ്പോൾ ബാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അവിടെ തന്നെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 5 മീറ്ററിലും ഫ്രിൽസ് ഇട്ടില്ലേ, അത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ അരികിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അരികിൽ വെച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റെപ്പ് കൂടി നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഈ ഫ്രിൽസ് വെച്ചത് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നൂല് അറ്റത്തുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം ഇങ്ങനെ ഇനി ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഫ്രിൽസിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഫ്രിൽസിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ചിലയിടത്തൊക്കെ ഈ ഫ്രിൽസ് ഇല്ലേ കുറവാണെങ്കിൽ, നല്ല കട്ടിക്ക് ഫ്രിൽസ് ഇല്ലെങ്കിൽ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രിൽസ് ഇട്ട് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം ഫ്രിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചിലയിടത്ത് ചിലപ്പോൾ ഫ്രിൽസ് നല്ലോണം കുറവായിരിക്കും. കാണിച്ചു തരാം. ഇത് നമ്മൾ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെ എത്തുമ്പോൾ കുറച്ച് ഫ്രിൽസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ചിങ്ങനെ ഫ്രിൽസ് കൈ കൊണ്ട് ആക്കി കൊടുക്കണം.
നമ്മൾ ആ സ്കേർട്ടിൻ്റെ വലയിലല്ല, നമ്മളിപ്പോൾ ഫ്രിൽസ് ഇട്ടിട്ടില്ലേ, ഇപ്പോൾ ഈ വെച്ച് കൊടുക്കണില്ലേ, ഫ്രിൽസ് ഇട്ട് വെച്ച് കൊടുക്കുക, അതിൽ മാത്രം ഫ്രിൽസ് ആക്കിയാൽ മതി. അടിയിലുള്ള വല കൂടി നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കണ്ട. ഈ ഫ്രിൽസുള്ള ഈ സംഭവമില്ല, ഫ്രിൽസ് ആക്കി എടുത്തില്ല നമ്മൾ, അത് മാത്രം ഫ്രിൽസ് ഇല്ലാത്ത ഭാഗം ഇത്തിരി ഫ്രിൽസ് കുറഞ്ഞ അവിടെ ആകുമ്പോൾ എവിടെയെങ്കിലും ചിലവിടെയൊക്കെ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക, ഫ്രിൽസ് ആക്കിയിട്ട് ഇച്ചിരി കയറ്റി കൊടുക്കുക, ഫ്രിൽസ് നല്ലോണം കുറവാണെന്ന് തോന്നിയാൽ. ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കണ്ട, ഒരു സ്റ്റെപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ 2 സ്റ്റെപ്പിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രോക്ക് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തു. അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തില്ലേ, ഇപ്പം നമ്മൾ 2 തട്ടാക്കിയിട്ടാണല്ലോ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2 തട്ടും നമ്മൾ 2 എണ്ണം ഉണ്ടല്ലോ, 2 ഫാബ്രിക് വെച്ചിട്ടല്ലേ നമ്മൾ ഫ്രിൽസ് ആക്കിയത്. അപ്പോൾ അതൊന്നും ഇതിപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഉള്ളതിന് ഇങ്ങനെ നിവർത്തി 2 ആക്കി കൊടുക്കുക. ഇതൊന്ന് ഒറ്റയ്ക്കല്ല നമ്മൾ വെച്ചിരിക്കുന്നത്, 2 എണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുക, അപ്പം നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നിവർത്തി കൊടുക്കുക, നിവർത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ 2 സൈഡ് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നിവർത്തി കൊടുത്താൽ ഒരു ഫ്ലവർ പോലെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട അപ്പുറവും ഇപ്പുറവും ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുക. നമ്മളത് അകത്തി കൊടുക്കുക, 2 നിവർത്തി കൊടുക്കുക. അപ്പോൾ 2 എണ്ണം ഉള്ളതിന് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. കണ്ടത് ഇതുപോലെ ഇങ്ങനെ പൊന്തി നിൽക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ 2 സൈഡിലോട്ടും ഇങ്ങനെ ഫ്രിൽസായിട്ട് ഇതെങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ നിവർത്തി കൊടുത്താൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിവർത്തി കൊടുക്കൽ ഒരു പണിയാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നല്ല സിമ്പിളാണ് സംഭവം, ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കൽ ഒരു പണിയാണ്. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കണം, ഫ്രിൽസ് ഇട്ടെടുത്തിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് നിവർത്തി കൊടുക്കൽ അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവർക്കും മനസ്സിലായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.